ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ഞങ്ങൾ തായ്ലൻഡിലാണ്, ഞാനും മോളും കൂടിയിട്ട്. ഇന്നലെ രാത്രി 2 മണിക്കായിരുന്നു ഫ്ലൈറ്റ്. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനും മോളും കൂടിയിട്ടാണ് പോണത്. നമ്മളിപ്പോൾ എമിഗ്രേഷനിൽ കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഒരാൾക്ക് 7 കിലോ വെച്ചിട്ടാണ് ലഗേജ് എടുക്കാൻ പറ്റുക കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ഗ്രൂപ്പ് വഴിയാണ് പോയത്. അപ്പോൾ ഗ്രൂപ്പും കാര്യങ്ങളെ കുറിച്ചൊക്കെ ഞാൻ പിന്നെയുള്ള വീഡിയോകളിൽ പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് പേരൊക്കെ ഈ ഗ്രൂപ്പിൽ കുറച്ച് പേരുണ്ട്, വേറെ കുറേ പേര് വേറെ ഗ്രൂപ്പുകളിലൊക്കെ ആയിട്ട് എല്ലാം നമ്മൾ തായ്ലൻഡിൽ ഫുക്കറ്റിലേക്കാണ് പോണത് കേട്ടോ. അപ്പോൾ ആ ഫുക്കറ്റിലേക്കുള്ള ആൾക്കാരാണ് ഈ ഒരു ഫ്ലൈറ്റ് ഫുള്ളായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സീറ്റ് നമ്പറൊക്കെ നോക്കി ഇരിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സീറ്റ് വിൻഡോ സീറ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ ഒരു സീറ്റ് വിൻഡോ സീറ്റാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രസമായിട്ടുള്ള കുറച്ച് വീഡിയോകൾ കിട്ടി. അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച്. എല്ലാവരും ഒരുവിധം ആൾക്കാരൊക്കെയും ഫ്ലൈറ്റിൽ പോവുകയും ഈ കാഴ്ചകളൊക്കെ കണ്ടവർ തന്നെയാണ്. എങ്കിലും നമുക്കത് കാണാനൊരു രസമാണ്, മാത്രമല്ല തീരെ കാണാത്ത ആൾക്കാർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ ഇട്ടിട്ടുള്ളത്. പിന്നെ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള സീറ്റിൽ ഒരു ചെറിയൊരു കുട്ടി, ഒരു 10 മാസമായ കുട്ടി ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ അതിനായിട്ട് കളിച്ചിരിക്കാൻ. പിന്നെ ഇങ്ങനെ പുറത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് നന്നായി കാണാമായിരുന്നു. അപ്പോൾ പിന്നെ ഇപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് എടുക്കാൻ തുടങ്ങി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ നന്നായി ഉറങ്ങി. പിന്നെ നമ്മൾ ഒരു 4:30 മണിയൊക്കെ ആയപ്പോൾ 4:30 ഒക്കെ ആയപ്പോഴാണ് നല്ല വെളിച്ചം വരാൻ തുടങ്ങി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ 1.5 മണിക്കൂർ കൂടുതലാണ് തായ്ലൻഡിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ 4:30 എന്ന് പറയുമ്പോൾ 5:30 7 മണിയായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അത്രയും വെളിച്ചം വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നല്ല ക്ലിയറായിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ട് ഓരോ ഭാഗം നമുക്ക് വെളിച്ചം വെച്ച് വരുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ആ മേഘക്കൂട്ടങ്ങളൊക്കെ ഇങ്ങനെ താഴത്തേക്ക് നോക്കുമ്പോൾ ഭയങ്കര രസമായിട്ടാണ് തോന്നിയത്. ഇപ്പോൾ ഈ സമയത്ത് അധികം വെളിച്ചം ആയിട്ടില്ല. ഇനി ഇങ്ങനെ കുറച്ച് സമയം കഴിയും തോറും ഇങ്ങനെ നല്ല വെളിച്ചം വരുമ്പോൾ, അതായത് ഫ്ലൈറ്റിനേക്കാൾ ഒരുപാട് താഴെയാണ് ഈ മേഘക്കൂട്ടങ്ങൾ കണ്ടത്. ഈ കാണുന്നതൊക്കെ താഴെ വെള്ള കളറിൽ കാണുന്നതൊക്കെ മേഘങ്ങളാണ് കേട്ടോ. നല്ല രസമാണ് കാണാൻ കേട്ടോ. ഇങ്ങനെ എന്താ പറയുക, നമുക്ക് നേരിട്ട് കാണുമ്പോൾ ഭയങ്കര രസമായിട്ടാണ് തോന്നുക. പിന്നെ മാത്രമല്ല ചില സമയത്തൊക്കെ നല്ല കുലുക്കം കൂടുതലും, അപ്പം അങ്ങനെ കുറച്ച് പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ കാണുന്നത് ഫ്ലൈറ്റിൻ്റെ ചിറകാണ്. അപ്പോൾ അതും ഉള്ളത് കൊണ്ട് നമുക്ക് ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ചെരിച്ചിട്ട് എടുക്കേണ്ടി വന്ന്. അപ്പോൾ കഴിഞ്ഞ തവണ ഞങ്ങളിപ്പോൾ മലേഷ്യയിൽ പോണ സമയത്ത് നമുക്ക് അങ്ങനെ ചിറകിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മൾ പകുതി സമയം നമ്മൾ അറിയാതെ ഉറക്കത്തിൽ പെട്ടുപോയി. അങ്ങനെയൊക്കെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പക്ഷേ ഇപ്പോൾ നമുക്ക് അത് വീഡിയോ എടുക്കാൻ നല്ലൊരു അവസരമായിരുന്നു. പക്ഷേ ഈ ചിറക് കുറച്ച് നല്ലൊരു മറവ് അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു ഭാഗം കാണുമ്പോൾ നമുക്കിങ്ങനെ അനങ്ങാതെ നിൽക്കുന്ന പോലെയാണ് തോന്നുക. അപ്പോൾ ഞങ്ങൾ കണ്ടപ്പോഴും എനിക്കങ്ങനെ തോന്നിയത്, ഇപ്പോൾ ഇങ്ങനെ പോണില്ലേ, ഇങ്ങനെ അവിടെ തന്നെ നിൽക്കുകയാണോന്ന്. പക്ഷേ അത് ഫ്ലൈറ്റ് ഇങ്ങനെ പോയും കൊണ്ടിരിക്കുകയാണ്. പക്ഷേ തീരെ അനക്കല്ലാതിരിക്കുമ്പോൾ നമുക്ക് ഇളകണില്ല എന്ന് തോന്നും. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് അടിയിൽ ഇങ്ങനെ കടൽ ആണ് പിന്നീട് കുറച്ച് ഭാഗം കണ്ടു തുടങ്ങിയത്. നമ്മൾ ലാൻഡ് ചെയ്യണോൻ്റെ കുറച്ച് മുന്നായിട്ട് കടലാണ് അടിയിൽ കണ്ടത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വരുമ്പോൾ ഞാനും മോളും മാത്രമാണ് നമ്മളുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് എയർപോർട്ടിൽ വന്നതിൻ്റെ ശേഷം അങ്ങനെ ഗ്രൂപ്പിൽ കുറേ പേരുണ്ട് എന്ന് പറഞ്ഞ് 1-2 പേരൊക്കെ അവിടുന്ന് കണ്ട്. പിന്നെ ഇവിടെ വന്ന് നമ്മൾ തായ്ലൻഡ് എയർപോർട്ടിൽ, അതായത് ഫുക്കറ്റ് എയർപോർട്ടിൽ ഇറങ്ങിയതിൻ്റെ ശേഷമാണ് നമ്മളെ കാത്തിട്ട് ഈ ഒരു കൈരളി ട്രയൽസിൻ്റെ ഗ്രൂപ്പിലാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് എല്ലാവരും പുറത്തിറങ്ങാറായപ്പോൾ നമ്മളെ വണ്ടി വന്നിട്ട് ആ വണ്ടിയിൽ നമ്മളെ റൂമിൽ കൊടുന്നാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇന്ന് ഒരു 6 മണിക്ക് നമ്മൾ പുറത്തിറങ്ങിയാൽ രാത്രി 12 മണി വരെ അവർ ഇവിടുത്തെ ചില ഭാഗങ്ങളിലൊക്കെ കൊണ്ടുപോയി കാണിക്കും. അപ്പോൾ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളിപ്പോൾ റെസ്റ്റിംഗ് ടൈമിലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് തന്നെ നമ്മൾ സിം എടുത്ത്, അപ്പോൾ നമ്മൾ 350 രൂപക്കാണ് ഒരു സിം കേട്ടോ. നമുക്കൊരു 8 ദിവസത്തെ ആണ്ട് നെറ്റ്
ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിന് നമുക്ക് 350 രൂപ എന്ന് പറയുമ്പോൾ നാട്ടിൽ 1000 രൂപയാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാനതൊക്കെ പറയാൻ കാരണം ഒരുപാട് പേരിങ്ങനെ പോകണം, നമുക്ക് എങ്ങനെ പോകാൻ പറ്റും, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഞാനും മോളും കൂടിയിട്ടാണ് അങ്ങനെയൊക്കെ പോകാൻ പറ്റും. നമുക്ക് ചിലപ്പോൾ വീട്ടിലെല്ലാവർക്കും കൂടി ചിലപ്പോൾ പോകാൻ പറ്റണമെന്നില്ല, കാരണം നമുക്ക് പോകാനും കുറച്ച് എക്സ്പെൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടി പോകാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഇതേപോലെ 2-3 പേര് അല്ലെങ്കിൽ ഫ്രണ്ട്സുകളൊക്കെ കൂടി പോവുകയാണെങ്കിലും നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇപ്പോൾ താഴെ കാണുന്നത് കടലാണ്. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഏകദേശം ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാനായി. അപ്പോൾ ഇങ്ങനെ ആ ഒരു കടലിൻ്റെ മുകളിൽ കൂടെ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ പോയതിൻ്റെ ശേഷമാണ് പിന്നെ നമ്മൾ എന്താ പറയുക ഫുള്ളായിട്ട് താഴേക്ക് ഇറങ്ങിയത്. അപ്പോൾ ഈ ഫ്ലൈറ്റ് യാത്ര നല്ല രസകരവും സന്തോഷവും ഒക്കെ ആണെങ്കിലും നല്ല പേടിയും ഉണ്ടായിരുന്നു കേട്ടോ. എന്നെ സംബന്ധിച്ചിട്ട് നല്ല പേടി ഉണ്ടായിരുന്നു. നമുക്ക് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആണെങ്കിലും ലാൻഡിങ് ആണെങ്കിലും ലാൻഡിങ്ങിൻ്റെ സമയത്തൊക്കെ നല്ല കുലുക്കവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല പേടിച്ചിട്ടാണ് ഇരുന്നിരുന്നതൊക്കെ. അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ ഇറങ്ങിയതിൻ്റെ ശേഷം റൂമിലേക്ക് വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് കൂടുതൽ വീഡിയോകളുമായി വീണ്ടും കാണാം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബായ്.